ഓല മീഞ്ഞ പഴയ വീട് ഓടുവച്ചപ്പോൾ മുഹമ്മദിക്കാക്കൊരു പൂതി. കരി പുരണ്ട റാന്തൽ വിളക്കൊക്കെ മാറ്റി സ്വിച്ചിട്ടാൽ കത്തുന്ന വൈദ്യുത വിളക്ക് വെച്ചാലോ എന്ന്. കറണ്ട് ആപ്പീസിലും പഞ്ചായത്ത് ആപ്പീസിലും കയറിയിറങ്ങി കടം വാങ്ങിയും തിരിമറി നടത്തിയും ഇല്ലാത്ത പണം ഒപ്പിച്ച് അവസാനം കറണ്ട് കണക്ഷൻ നേടിയെടുത്തു. വെളുത്ത സ്വിച്ചും 5 തുളകളുള്ള പ്ലഗും ആ വീട്ടിൽ വരുന്നവരെ മുഴുവൻ കാണിച്ച് മുഹമ്മദ്ക്ക പറയും, ഇതാ ഇവിടെ ഒന്ന് തൊട്ടാ മതി, ചുമരിലും ഇറയത്തും വിളക്കുകൾ കത്തും. എന്താ അതിൻ്റെ ഒരു നിറം! പെട്രോൾ മാക്സ് കത്തിച്ചാൽ കിട്ടുമോ ഇത്ര വെളിച്ചം? അക്കാലത്ത് മറ്റെല്ലായിടത്തും കറണ്ട് എത്തിയിട്ടില്ലാത്തതിനാൽ മുഹമ്മദിക്കയുടെ വാക്കുകൾ കേട്ടവർ ഈ വൈദ്യുത വിളക്കുകൾ നോക്കി അത്ഭുതം പൂണ്ടു. എന്നാലും മുഹമ്മദിക്കാക്ക് ആ 5 തുളകളുള്ള വെളുത്ത പ്ലഗ് എന്ന സാധനം മാത്രം എന്തിനുള്ളതാണെന്ന് ഇതുവരെ മനസ്സിലായില്ല. ഒരു ഫാഷന് വേണ്ടി വെച്ചതായിരിക്കും ചിലപ്പോൾ എന്ന് വിശ്വസിച്ചു. ഒരു ദിവസം രാവിലെ ഉറക്കമെണീറ്റ് സുബഹ് നിസ്കരിക്കാൻ നോക്കുമ്പോഴാണ് ആ ദയനീയമായ രംഗം കണ്ടത്. 5 തുളകളുള്ള പ്ലഗിലെ 5 തുളകളും വേട്ടാളൻ എന്ന കടന്നൽ പശ വെച്ച് അടച്ചു വെച്ചിരിക്കുന്നു. ദേഷ്യവും സങ്കടവും തോന്നിയ മുഹമ്മദ്ക്ക വേട്ടാളനെ പ്രാകിക്കൊണ്ട് പിറുപിറുത്തു. ഇല്ലാത്ത പണമുണ്ടാക്കി വെച്ച മുതലാണ് ഈ ബലാൽ വെടക്കാക്കിയത്. നിനക്ക് ഞാൻ കാണിച്ചു തരാം. ഇതും പറഞ്ഞുകൊണ്ട് വീടിന് പട്ടികയടിക്കാൻ വാങ്ങിയതിൽ ബാക്കി വന്ന ഇരുമ്പാണി എടുത്തു കൊണ്ടുവന്ന് പ്ലഗിലെ തുളകൾ വൃത്തിയാക്കി പഴയപടിയാക്കാൻ ഒരു ശ്രമം നടത്തി. പെട്ടെന്നാണത് സംഭവിച്ചത്. കോലായിലുള്ള മുഹമ്മദ്ക്ക ആരോ തൊഴിച്ചു തെറിപ്പിച്ചതുപോലെ തെറിച്ച് മുറ്റത്ത് കിടക്കുന്നു. ഒരു നിമിഷം എന്താണ് സംഭവിച്ചതെന്ന് ഒരു തിരുവാടും കിട്ടാതെ അങ്ങനെ കിടന്ന മുഹമ്മദ്ക്ക പതുക്കെ എഴുന്നേറ്റ് ഊരക്ക് കൈയും കൊടുത്ത് ചുമരിലെ പ്ലഗിലേക്ക് തന്നെ കുറച്ചു നേരം നോക്കി നിന്ന ശേഷം പറഞ്ഞു, എന്നാലും എൻ്റെ വേട്ടാളാ, നിന്റെ ഒരു ഉശിരായത്.